മഴക്കാലത്തേക്ക് നമുക്ക് ശരിക്കും ഉപയോഗിക്കേണ്ട ഫോളിയർ വളങ്ങളും മണ്ണിൽ കൊടുക്കേണ്ട വളങ്ങളും ശരിക്കും അതിൻ്റെ വെറൈറ്റി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് മണ്ണിലെ മൂലകങ്ങളുടെ ഒരു ലഭ്യത അനുസരിച്ചാണ്. ശരിക്കും ഒരു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊരു മണ്ണ് പരിശോധനയൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ധാരണയോട് കൂടിയിട്ട് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ വളരെ ലാഭമുണ്ട്. കാരണം അനാവശ്യമായിട്ട് മൂലകങ്ങൾ കൊണ്ടൊന്നും നമ്മൾ ടോക്സിക് ആക്കാതിരിക്കും. എങ്കിലും ഇപ്പോൾ ടെസ്റ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് മുമ്പോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ കണ്ടൻറ്റ് താരതമ്യേന കുറവുള്ള വളങ്ങളാണ് ഇനി മുമ്പോട്ട് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ അത്രയ്ക്ക് നൈട്രജൻ കുറവുള്ള മേഖലയാണെങ്കിൽ നമുക്ക് നൈട്രജൻ കണ്ടൻറ്റ് ഉള്ള വളങ്ങൾ, കൂടുതലുള്ള വളങ്ങൾ കൊടുക്കാം. അതായത് യൂറിയ പോലുള്ള വളങ്ങൾ കൊടുക്കാം. ഒരു സ്വാഭാവികമായ രീതിയിൽ വളങ്ങളുടെ മൂലകങ്ങളുടെ ഒത്തിരി വർധനവോ അല്ലെങ്കിൽ ടോക്സിക്കായ അവസ്ഥയോ അല്ലെങ്കിൽ അവൈലബിലിറ്റി ഏറ്റവും കൂടുതലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മണ്ണ് പരിശോധിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടൊക്കെ ഉള്ളോടത് ആ മൂലകങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നിയന്ത്രിച്ചേ കൊടുക്കാവുള്ളൂ. നൈട്രജൻ കൂടുതലുണ്ടെങ്കിൽ 10-26 പോലുള്ള വളങ്ങളിലേക്ക് ചുരുങ്ങുക. നൈട്രജൻ ഇല്ലാതെ വളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ റിസൾട്ടല്ല. കാരണം ആദായത്തെ സപ്പോർട്ട് ചെയ്യാനും ചെടിയുടെ ആരോഗ്യത്തിനും, അതായത് ആരോഗ്യമുള്ള ചെടിയാണ് ശരിക്കും ആദായം നമുക്ക് തരുള്ളൂ. അപ്പോൾ ആ ആദായത്തെ സപ്പോർട്ട് ചെയ്യാനും ആരോഗ്യത്തിനും ശരിക്കും നൈട്രജൻ വളരെ ചെറിയ തോതിലെങ്കിലും ചെടിക്ക് കിട്ടിയിരിക്കണം. നൈട്രജൻ ഇല്ലാതെ നമുക്ക് വളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരതമ്യേന ചെടിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം സംഭവിക്കുകയും അടുത്ത സീസണിലേക്ക് ചെടി നെഗറ്റീവ് എഫക്റ്റിലേക്ക് വരികയും ചെയ്യും. ഇപ്പോൾ ഫോളിയർ വേഷം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 13-0-45, അതിൻ്റെ കൂട്ടത്തിൽ 52-34, 13-0-45, 13-40-13 അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ആയിട്ട് കൊടുക്കാം. പൊട്ടാഷിൻ്റെ കണ്ടൻറ്റ് സ്വല്പം കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വളരെ ചെറിയ അളവിൽ SOP ഒക്കെ ചേർത്ത് കൊടുക്കാം. പൊട്ടാഷിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ മണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ SOP ഒക്കെ കൊടുക്കുന്നത്, ഫോളിയറായിട്ട് മഴക്കാലത്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ വളം കൊടുക്കുമ്പോൾ എപ്പോഴും ആദായ പീരീഡിലേക്ക് ശരിക്കും ഒരു 3 റൗണ്ട് നല്ല രീതിയിൽ കായെടുക്കുന്ന വരെ, ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഒരു ജൂൺ പകുതിക്ക് മുമ്പായിട്ട് പുതുശരത്തിൽ നിന്ന് കായകൾ എടുത്ത് തുടങ്ങാൻ പറ്റും. അതൊഴിവാക്കി ബേസിക് 3 റൗണ്ട് കായെടുപ്പ്. അപ്പോൾ ആദ്യ റൗണ്ട് ഇപ്പോൾ നമ്മൾ കൈ ഓടിക്കുന്ന റൗണ്ട് കായെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഒരു കൊള്ളാവുന്ന, അതായത് ഒരു പ്രായപൂർത്തിയായ ഒരു 60ഓളം ജിമ്പുള്ള ഒരു ചെടിക്ക് ഒരു 100 ഗ്രാമിൻ്റെയെങ്കിലും പൊട്ടാഷിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത റൗണ്ടും അപ്പോൾ നമ്മൾ കായ എടുക്കുന്ന സമയത്ത് തന്നെ മണ്ണിൽ വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ കായെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ, ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് കായെടുപ്പൊക്കെ കഴിയുമ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാൻ മെറ്റ്ലാക്സി മാംഗോസെബ് പോലുള്ളൊരു ഫംഗിസൈഡ് ആ ശരവും അത്യാവശ്യം ഒരു അരച്ചെടിയും കുളിപ്പിച്ചൊരു സ്പ്രേ കൊടുക്കുക. ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു തണ്ടുതുരപ്പും മരുന്നും കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം അമിനോസിൻ്റെ കോമ്പിനേഷൻ വരുന്നത് നല്ല ആരോഗ്യമുള്ള ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അതായത് 17 അമിനോസ് കോമ്പിനേഷനൊക്കെ വരുന്ന ബഹാർ, ഇസാബിയോൺ പോലുള്ള ഒരു ടോണിക്കും കൂടി ചേർത്ത് നമ്മൾ മരുന്നും കൂടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് സോയിൽ ആപ്ലിക്കേഷൻ വളം കൊടുത്തേക്കുന്നതിന് ഒരു 12-15 ദിവസത്തെ ഇടവേളയാവും. ഈ ഇടവേള നോക്കി നമ്മൾ ഈ ടോണിക്ക് പോലുള്ള അമിനോസിൻ്റെ കണ്ടൻറ്റൊക്കെ ഉള്ള ടോണിക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ മണ്ണിൽ അലിഞ്ഞ് ചേർന്നേക്കുന്ന ഈ വളങ്ങളെല്ലാം ശരിക്കും വലിപ്പിക്കുകയും അടുത്ത റൗണ്ട് കായയിലേക്ക് നല്ല രീതിയിൽ അത് ചെടി സെറ്റാവുകയും ചെയ്യും. അതിന് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കായെടുപ്പിനും ഏകദേശം ഒരു മിഡിൽ ടൈം ആകുമ്പോഴത്തേക്കും ഒരു ഫോളിയാറിൻ്റെ സപ്പോർട്ട് കൊടുക്കാം. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ചെടിക്കാണെങ്കിൽ 13-0-45 പ്ലസ് 19-19-19 ചേർത്ത് നമുക്ക് കൊടുക്കാം. മൈക്രോഫുഡിൻ്റെ കണ്ടൻറ്റ് മണ്ണിൽ നമ്മൾ കൊടുത്തിട്ട് ഒരു 10-60 ദിവസമൊക്കെ ആയെങ്കിൽ മൈക്രോഫുഡിൻ്റെ ലിക്വിഡ് ഫോം ഒക്കെ കിട്ടും, അല്ലെങ്കിൽ മൈക്രോഫുഡ് ഫോളിയാർ ഫോം കിട്ടും. ഇതിലൊരു കണ്ടൻറ്റും കൂടി ഈ ഫോളിയാറിൻ്റെ കൂടെ കൊടുത്താലും വളരെ പെട്ടെന്ന് നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം 90 ദിവസത്തിൽ കൂടുതൽ ഇടവേള വരാതെ മണ്ണിലൊരു മൈക്രോഫുഡിൻ്റെ കണ്ടൻറ്റ് കൊടുത്തു പോവുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. എന്നാലാണ് ചെടിക്ക് ശരിക്കും പ്രകടനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ചെയ്യുമ്പോൾ നൈട്രജൻ കണ്ടൻറ്റിൻ്റെ പെർസെൻറ്റേജ് എപ്പോഴും ശ്രദ്ധിച്ച് വേണം മണ്ണിലെ വളം കൊടുക്കാനാണെങ്കിലും ഫോളിയർ വളം കൊടുക്കാനാണെങ്കിലും. ഇപ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ മണ്ണിൽ കൊടുക്കാൻ ഏറ്റവും നല്ല വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12, 11, 18 കോംപ്ലക്സ് വളങ്ങളാണ്. സ്വല്പം വില വരും, 100 രൂപ എടുത്ത് 100 രൂപയോളം ഒരു കിലോയ്ക്ക് വില വരും. പക്ഷേ അതൊരു 100 ഗ്രാമോളം നമുക്കൊരു ചെടിക്ക് നല്ല മഴയുള്ള സമയത്താണെങ്കിൽ തൂളി കൊടുക്കാം. അത് ചുവട്ടിൽ നിന്ന് ഒത്തിരി ദൂരമായിട്ട് അകലെ കൊടുക്കേണ്ട കാര്യമില്ല. അതിന് പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നുമില്ല. ചുവട് ചേർന്ന് വരുമ്പോൾ ഈ വേരിന് കംപ്ലയിൻ്റ് ആകുകയോ അല്ലെങ്കിൽ അഴുകലിനെ പ്രൊമോട്ട് ചെയ്യുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ പുതുതായിട്ട് വരുന്ന തലമുറ ചിമ്പുകളെ ശരിക്കും സപ്പോർട്ട് ചെയ്യും, സെറ്റാകാൻ സഹായിക്കും. അത് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആ കൂട്ടത്തിലൊരു നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സീവിൻ്റെ ലിക്വിഡ്
ഒരു 200 മില്ലിയും കൂടി 200 ലിറ്ററിലൊക്കെ ചേർത്ത് ഡ്രഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പക്ക റിസൾട്ടായിരിക്കും.